അവളുടെ ജീവിതത്തിൽ അവൾ സുന്ദരമെന്ന് കരുതിയ എല്ലാ ഓർമ്മകളും ഇപ്പോൾ അവൾക്ക് വെറുക്കപ്പെട്ടതായിരിക്കുന്നു. അവയെല്ലാം അവളെ വേട്ടയാടുന്നു. അവൾക്ക് അത് ഭ്രാന്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. അവൾക്ക് അവിടെ നിൽക്കുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ. അവൾ വേഗം ഉമ്മറത്തേക്ക് ഓടി, ഒരു ഭ്രാന്തി എന്ന വണ്ണം. അവൾ ഓടിയതിന് പിന്നാലെ അമ്മച്ചിയും ഓടി. അപ്പോൾ പെട്ടെന്നാണ് എതിർവശത്ത് നിന്ന് ഒരു കാർ ചീറിപ്പാഞ്ഞ് ആവണിക്ക് നേരെ വന്നത്. പിന്നീട് അവിടെ ഉയർന്നത് ഇച്ചായ എന്ന് വിളിച്ചൊരു ശബ്ദം മാത്രമായിരുന്നു. കാർ മുമ്പ് തന്നെ ബ്രേക്ക് പിടിച്ചത് കൊണ്ട് ആവണിക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോഴേക്കും ആളുകളെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് രാവിലെ നടന്ന സംഭവങ്ങളും പിന്നെ ഈ കാറിൻ്റെ വരവൊക്കെ ആയതുകൊണ്ട് അവൾ ഒന്ന് നല്ലോണം പേടിച്ചിരുന്നു. അത് അവളെ തളർത്തി കളഞ്ഞു. പാവം, അവൾ ബോധം കെട്ട് വീണു. അവൾ വീഴുന്ന അവസാന നിമിഷവും അവളുടെ കണ്ണിലൂടെ ഓടിയത് ഡേവിഡുമായി ചെലവഴിച്ച സുന്ദര നിമിഷങ്ങളായിരുന്നു. അവൻ്റെ കരുതലായിരുന്നു, അവൻ്റെ സ്നേഹമായിരുന്നു. അവൾ അത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ആവണി കണ്ണ് തുറന്നത്. അവളെ കണ്ണുറന്ന് നോക്കുമ്പോൾ അവളുടെ 3 സൈഡിലും അവളുടെ അമ്മമാരായ മദറമ്മയും റോസിയമ്മയും സാറാമ്മച്ചിയും എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തെല്ലാം ആവണിയെക്കുറിച്ചുള്ള ആദിയും സങ്കടവുമായിരുന്നു. ആവണി പതിയെ കണ്ണു തുറന്നു. അവൾ കണ്ണു തുറന്നു എന്ന് കണ്ടതും റോസിയമ്മ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് അവളുടെ നെറ്റി തലോടിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്തോ പറയണമെന്നൊക്കെയുണ്ട്. അവളുടെ വിഷമങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ അഞ്ജു അവൾക്ക് ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം. അവൾ പറയാൻ വന്നതും റോസിയമ്മ അവളോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഒന്നും ഓർക്കണ്ട, ഒന്നും ആലോചിക്കണ്ട, സുഖമായി കിടന്നുറങ്ങിക്കോ എന്ന്. അവൾ അതെല്ലാം പറഞ്ഞ് വീണ്ടും കരയും എന്നതുകൊണ്ടായിരിക്കാം റോസിയമ്മ അങ്ങനെ പറഞ്ഞത്. അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ പറയാൻ വന്ന കാര്യം നിർത്തി ഉറങ്ങാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവൾക്ക് പറയാനുള്ള ശേഷി പോലും ഇല്ലായിരുന്നു. അത്രയ്ക്കും അവൾ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഒരുപാട് സമയം പോയി. ഏകദേശം വൈകുന്നേരമായി എന്ന് തന്നെ പറയാം. പക്ഷേ അതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സങ്കടവും ക്ഷീണവും എല്ലാം കൊണ്ട് അവൾ മയങ്ങിപ്പോയിരുന്നു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് ആരോ തന്നെ ഇറുക്കി പുണർന്നിരിക്കുന്നു എന്ന്. അതും പരിചിതമായ കൈകൾ കൊണ്ട്. അവളുടെ മൂക്കിലൂടെ അയാളുടെ ഗന്ധം ഇറച്ചു കയറാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചത്, ഇച്ചായൻ എന്ന്. ആ നിമിഷം പെട്ടെന്ന് തന്നെ അവൾ കണ്ണു തുറന്നു നോക്കി. അവളുടെ കണ്ണുകളെ പോലും അവൾക്ക് വിശ്വസിക്കാനായില്ല ആ സമയത്ത്. അവൾ ഇത്ര നേരം ഡേവിഡിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തിട്ട് അവൻ്റെ കൈവലയത്തിൻ്റെ ഉള്ളിലാണ് ഉറങ്ങിയത് എന്ന്. അതറിഞ്ഞതും അവൾക്കെന്തോ ഒരു ഞെട്ടലും ദേഷ്യവും അങ്ങനെ എന്തൊക്കെയോ ആണ് ഉണ്ടായത്. അവൾ വേഗം എഴുന്നേറ്റ്. സ്വപ്നമാണോ യഥാർത്ഥമാണോ എന്നുപോലും അവൾക്കറിയില്ലായിരുന്നു. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് കുറച്ച് അകലം മാറി നിന്നു. എന്നിട്ട് പകപ്പോടെ അവനെ നോക്കി. അവൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇനി ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തിന് ഡേവിഡിനെ കാണും എന്നുപോലും അവൾക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോഴാണ് അവൻ തന്നെ പിടിച്ച് ഇത്ര നേരം കിടന്നത്. അവൾ തൻ്റെ അടുത്ത് നിന്ന് മാറിയത് ഡേവിഡും അറിഞ്ഞിരുന്നു കേട്ടോ. അവൻ കണ്ണു തുറന്ന് ആവണിയെ നോക്കി. ഗുഡ് ഈവനിങ് മൈ ബേബി ഗേൾ, അവൻ ആവണിയോട് പറഞ്ഞു. ആവണിക്ക് കിളി പോയ അവസ്ഥയായിരുന്നു. എന്താടി പെണ്ണെ മാറി നിൽക്കുന്നേ, വായും. 2 ദിവസത്തിന് ശേഷം ഇന്നാണ് മനസമാധാനമായിട്ട് ഉറങ്ങിയത് എൻ്റെ പെണ്ണിനോടൊപ്പം. ഡേവിഡ് അത് പറഞ്ഞതും ആവണി അവനെ തുറച്ചു നോക്കി. എന്താടി പെണ്ണെ ഇങ്ങനെ നോക്കുന്നേ, എൻ്റെ ഇച്ഛായനല്ലേ ഞാൻ. എന്തിനാ വീണ്ടും വന്നത്? വീണ്ടും എന്നെ പറ്റിക്കാനാണോ, അതോ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറ്റിച്ചിട്ട് കൊണ്ടുപോവാനോ? മതിയായില്ലേ നിങ്ങൾക്ക്? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അന്വേഷണത്തിന് വന്നതാണെങ്കിൽ എന്തിനായിരുന്നു എന്നോട് ഉള്ള ഒരു പ്രേമ നാടകം? അല്ലാതെ നിങ്ങൾക്ക് അന്വേഷിക്കാലോ.
എന്തിനാടോ എനിക്ക് ആശകൾ തന്നേ? എന്നിട്ട് വീണ്ടും എന്തിനാ വന്നേ? അവൾ അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവളോട് പറഞ്ഞു, അതില്ലേ, താൻ പറഞ്ഞ പോലെ അന്വേഷിക്കാനൊക്കെ പറ്റും. പക്ഷേ ആക്ഷൻ മാത്രം പോരല്ലോ, റൊമാൻസും ഇടയ്ക്ക് വേണ്ടേ? എന്നാലല്ലേ സിനിമയ്ക്ക് ഓഡിയൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അവർക്കിഷ്ടാവുള്ളൂ. അവൻ ചോദിച്ചു. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ചോദ്യം കൂടി ആയപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ച് കയറി. നിങ്ങളുടെ CBI കളിയൊക്കെ കഴിഞ്ഞില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ട, അവൾ സങ്കടത്തോടു കൂടി ഡേവിഡിനോട് പറഞ്ഞു. അവൾ അത്ര പറഞ്ഞിട്ടും അവനൊരു ചിരിയോടെ അവൾക്ക് നേരെ വന്നു നിന്നു. അവളുടെ കൈ പിടിച്ചിട്ട് ഡേവിഡ് പറഞ്ഞു, പിടയ്ക്കല്ലേടി പെണ്ണെ എന്ന് പറഞ്ഞ് അവളോട് കൂടുതൽ അടുത്തു. അവൻ അവളുടെ മുമ്പിലേക്ക് വരുന്തോറും അവൾ പുറകിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ തന്നെ അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ ചോർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക്. എന്നാലും അവൾ വിട്ടുകൊടുത്തില്ല. അവൾ അവസാനം ചുമരിലേക്ക് ഇടിച്ചു നിന്നു. അവളുടെ മുഖം താഴ്ന്നുപോയി. അവളുടെ കണ്ണിൽ നീർത്തുള്ളികൾ വന്ന് മൂടാൻ തുടങ്ങി. മുഖത്ത് ചോരമയമേ തീരെയില്ലായിരുന്നു. എന്നാൽ മൂക്ക് മാത്രം നന്നായി ചുമന്നിരുന്നു. അവൻ അവളുടെ മുഖം കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. എടി പെണ്ണെ, ഈ സിവിൻ ഒന്ന് ആഗ്രഹിച്ച അത് നേടിയിരിക്കും. അത് എന്തായാലും ശരി. എൻ്റെ പിള്ളേരുടെ അമ്മയായിട്ട്, എൻ്റെ കെട്ടിയോളായിട്ട് നീ വേണമെന്ന് ഞാൻ വിചാരിച്ച അത് നടന്നിരിക്കും കേട്ടോ. അല്ല, നിന്നോട് ഞാൻ പറഞ്ഞോ ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമല്ലെന്ന്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഡേവിഡ്, അതായത് നമ്മുടെ സിവിൻ അവളോട് ചോദിച്ചു. ബാക്കി എന്താ നടക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.